GOAT, greatest of all time, a Venkat Prabhu hero, Yuvan Shankar Raja musical. So Vijay, Prashant, Prabhudeva, Jairam, Sneha തുടങ്ങിയവർ അഭിനയിച്ച ഗോട്ട് എന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇതൊരു പക്ക ഫാൻ സർവീസ് പടമാണ്. വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്, ടൈറ്റില്, പിന്നെ ഇൻട്രോ സോങ്, അങ്ങനെ ക്ലീഷേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് വരുന്നു. പിന്നെ കുറെ നേരം പടം നല്ല എൻഗേജിങ് ആയിട്ട് പോവുകയാണ് കേട്ടോ. ഇന്റർവെല്ലൊക്കെ എത്തുമ്പോൾ ആഹാ ഇത് കൊള്ളാമല്ലോ എന്നൊരു ഫീൽ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ യങ് വിജയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് അങ്ങനെ മുഷിപ്പിക്കാതെ പടം തീർന്ന് പോയി എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ നമ്പർ 1 പോസിറ്റീവ് ഇതിന്റെ കാസ്റ്റിംഗ്. ഒരുപാട് താരങ്ങൾ പടത്തിലുണ്ട്. ഓൾറെഡി വെങ്കട്ട് പ്രഭുവിന്റെ ടീമിലുള്ള ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. പ്ലസ് വിജയ്, പ്രശാന്ത്, ജയറാം, പ്രഭുദേവ, സ്നേഹ, മോഹൻ, അങ്ങനെ ചെറിയ റോളിൽ പോലും വലിയ സ്റ്റാർസ് വന്നത് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ നൈസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വിജയും സ്നേഹയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സീനുണ്ട്. അത് നൈസ് ആയിരുന്നു കേട്ടോ. ആ ഒരു പെയിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചില കോമഡി, എല്ലാമല്ല, ചിലയിടത്തുള്ള ചില കോമഡീസ് വർക്കായിരുന്നു. മീനാക്ഷി ചൗധരിയോട് ചെയ്തത് വളരെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ വിജയ്, അതായത് അച്ഛൻ വിജയ്, ഗാന്ധി എന്ന കഥാപാത്രം ഉണ്ടല്ലോ, അത് ഓക്കെ ആയിരുന്നു എന്ന് പറയാം. ബട്ട് യങ് വിജയ് ആണ് കുറച്ചുകൂടി സ്കോർ ചെയ്തതെന്ന് തോന്നി. അച്ഛൻ വിജയുടെ ആ ഒരു ഇമോഷണൽ സീന്, അതുപോലെ മെട്രോയിലുള്ള ഒരു ഷോട്ട്, പിന്നെ റഷ്യയിലെ ചില സീൻസ് ആൻഡ് ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് മകൻ വിജയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷെ മകൻ വിജയുടെ ലുക്ക് ആൻഡ് ഡി ഏജിങ്ങിൽ ഞാൻ അത്ര തൃപ്തനല്ല. പ്രശാന്തിനും പ്രഭുദേവയ്ക്കും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട്. അവരത് നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും ജയറാമും അജ്മൽ അമീറും കൊള്ളാം. അങ്ങനെ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ ഒന്നും അല്ലായിരുന്നുവെങ്കിലും സ്നേഹയും കൊള്ളാം. കുറച്ച് കരയാനും ദേഷ്യം കാണിക്കാനും അങ്ങനെ എന്തൊക്കെയോ. യോഗി ബാബു കൊള്ളാമായിരുന്നു. വെങ്കട്ട് പ്രഭുവിന്റെ സ്ഥിരം ടീംസ് ആയിട്ടുള്ള പ്രേംജി അമരൻ, വൈഭവ്, അരവിന്ദർ ഉൾപ്പെടെയുള്ളവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വില്ലനായിട്ട് വന്ന മോഹൻ നൈസ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് പുള്ളിക്ക് എന്ത് പറ്റിയാവോ, ചിലപ്പോ സെക്കൻഡ് പാർട്ടിൽ കാണും. മീനാക്ഷി ചൗധരിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, ഒരു സംഭവം ഉണ്ട്. അതൊഴിച്ചാൽ അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈല, കനിഹ, പാർവതി നായർ, VTV ഗണേഷ് തുടങ്ങിയവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. ആക്ച്വലി ഈ പടത്തിന്റെ ട്രെയിലറിൽ അത് കണ്ടിട്ട് ഒരു ടെംപ്ലേറ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയതെങ്കിലും ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് കാണാൻ പോയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെങ്കട്ട് പ്രഭു എന്നൊരു ഡയറക്ടർ, അത് മാനാട് എന്നൊരു കിടിലൻ പടത്തിന് ശേഷം പുള്ളിയുടെ വരുന്ന പടം. സോ മാനാടിന്റെ സ്ക്രിപ്റ്റ് അത്രയും ഗംഭീരമാണ്, വാവ് മൊമെന്റ്സ് ഉള്ളതാണ്. സോ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഈ പടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന്. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് ഒരു വെറൈറ്റി കൊണ്ടുവരാനൊക്കെ നോക്കി, ബട്ട് അത് അത്ര കൺവിൻസിങ് ആയിട്ട് വന്നില്ല. ടൈലൻഡ് നല്ല ബോറായിരുന്നു. ഒരുപക്ഷെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് എന്നാലും ടൈലൻഡിൽ എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ എനിക്ക് ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ട്രാപ്പ് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ട്വിസ്റ്റ് പേഴ്സണലി എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. വേറൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്, ഈ പടത്തിൽ തായ്ലൻഡിൽ പോകുമ്പോൾ തായ് കുറെ ഡയലോഗ്സ് വരുന്നുണ്ട്. സാധാരണ തമിഴ് പടങ്ങളിൽ ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഇംഗ്ലീഷ് ഡയലോഗുകളാണെങ്കിൽ പോലും അവിടെ വരുന്ന ഭാഗത്ത് വോയിസ് ഓവർ ആയിട്ട് തമിഴിൽ ഡബ്ബിങ് കൊടുക്കും. തമിഴ്നാട്ടുകാർക്ക് ഒട്ടും ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്നൊരു രീതിയിൽ കൊടുക്കുന്നതാണ്. ബട്ട് അത് നല്ല ബോറാണ് കേട്ടോ. ഈ പടത്തിൽ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നത് വലിയൊരു പോസിറ്റീവാണ്. അതിന് വെങ്കട്ട് പ്രഭുവിനോട് ഒരു പ്രത്യേക താങ്ക്സ് പറയണമെന്ന് എനിക്ക് തോന്നി. റീസെന്റ് ഞാൻ റിവ്യൂവിൽ പറഞ്ഞില്ല, പക്ഷെ തങ്കലാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇംഗ്ലീഷ് ഡയലോഗ് വരുന്നിടത്തെല്ലാം ഇതുപോലെ വോയിസ് ഓവർ തമിഴിൽ കൊണ്ടുവന്നായിരുന്നു. അത് നല്ല ബോറായിരുന്നു. സബ് ടൈറ്റിൽ കൊടുക്കുക, അത് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ഇങ്ങനെ വേറെ പ്രത്യേകം ഡബ് ചെയ്ത് തമിഴിൽ സ്പൂൺ ഫീഡ് ചെയ്യിക്കുന്നത്? നിങ്ങൾ തമിഴ് പ്രേക്ഷകരെ അത്രയും വില കുറച്ചാണ് കാണുന്നത് എന്നാണ് എനിക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. എനിവേ ഇതിലത് കാണിക്കാഞ്ഞത് വലിയ ഒരു ഉപകാരമായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ ക്യാമറ ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ലിയോ എന്ന സിനിമയുടെ ക്യാമറയും കളർ ടോണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ലോകേഷ് കനരാജ് കളർ സെൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഒക്കെ ആവാം. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം മാനാടാണെങ്കിൽ തന്നെ ക്യാമറ ഒരു വളരെ നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ കളർ ഗ്രേഡിംഗ് ഒന്നും ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. യുവൻ ശങ്കർ രാജയുടെ ചില BGMs നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് പഴയ പാട്ടുകളുടെ റെഫറൻസ് കൊണ്ടുവരുന്ന ചില ഭാഗങ്ങളൊക്കെ. അതുപോലെ ഭവധരണിയുടെ ഒരു പാട്ടുണ്ട് AI വെച്ച് ചെയ്തിട്ടുള്ളത്. മരിച്ചുപോയ ഒരാളുടെ ശബ്ദം AI വെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് പ്ലേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷനും പക്കാ മാച്ചിങ് ആയിരുന്നു. മരിച്ച ഒരാളുടെ തിരിച്ചുവരവ്. ബാക്കി പാട്ടുകളെ കുറിച്ച് ഞാൻ നെഗറ്റീവിൽ പറയാം. നെഗറ്റീവ്സ് പറഞ്ഞാൽ വിജയ്
വിജയുടെ കട്ട ഫാൻസിന് വേണ്ടി ചെയ്ത ചില സ്ഥിരം ക്ലീഷേ സംഭവങ്ങളാണ് ഈ പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. ഇൻട്രോ സീൻ, അനാവശ്യ പാട്ട് സീനുകൾ ഉൾപ്പെടെ. ഡി ഏജിങ്ങിൽ വിജയുടെ ടീനേജ് കാലം കാണിച്ചത് നല്ല വൃത്തികേടായിരുന്നു. അതിന്റെ അപാകത കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. വിജയകാന്തിന്റെ പോർഷനും അതുപോലെ തന്നെ നല്ല ബോറായിട്ടാണ് തോന്നിയത്. അല്ലാതെ കൂടുതൽ ഭാഗവും കാണിക്കുന്ന ആ ഒരു യങ് വിജയുണ്ട്. അവിടെ ഓവറായിട്ട് ഗ്രാഫിക്സ് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മുഖത്ത് മാത്രം എന്തോ ചെറിയ മിനുക്കുപണി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓക്കെ ആയിരുന്നു. സോങ്സ് എന്ന് വെച്ചാൽ പാട്ടിന്റെ ക്വാളിറ്റി അല്ല പറഞ്ഞത്. അനവസരത്തിൽ പാട്ട് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് പടത്തിന്റെ വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. അത് ശരിക്കും പടത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ട് കഥ പറഞ്ഞു പോകുമ്പോഴേ പെട്ടെന്ന് മീനാക്ഷി ചൗധരിയുമായിട്ട് ഒരു അനാവശ്യ ലവ് സോങ്. അവിടെ അതിന്റെ ആവശ്യം എന്തായിരുന്നു? പിന്നെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് പിന്നെ വേറൊരു ഡാൻസ് സോങ്. അവിടെ നമുക്ക് കലിപ്പ് തോന്നും, ബട്ട് പെട്ടെന്ന് ഒരു ക്യാമിയോ അപ്പിയറൻസ് വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഈ പാട്ടുകൾ 3 എണ്ണം ഒഴിവാക്കിയാൽ തന്നെ പടത്തിന്റെ ലെങ്ത് നന്നായിട്ട് കുറയ്ക്കാമായിരുന്നു. പാട്ടില്ലാതെ തന്നെ ഒരു സീരീസിനുള്ള അല്ലെങ്കിൽ 2 പാട്ടിനുള്ള കഥ ഈ ഒരു ഒറ്റ പാർട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ചില വൻ കത്തി സ്റ്റണ്ട് സീനുകൾ, ലോജിക്കൽ പ്രശ്നങ്ങൾ. അതിപ്പോ ട്രെയിനിലേക്ക് ജീപ്പിന്ന് ചാടി കയറുന്ന പ്രഭുദേവ മുതൽ ഉറക്കത്തിൽ നിന്നും ഫുൾ മേക്കപ്പിൽ എണീറ്റ് വരുന്ന സ്നേഹം ഉൾപ്പെടെ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ പോയ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊന്നും ഇതുപോലെയുള്ള ഒരു പക്കാ കൊമേഴ്സ്യൽ ഒരു ഫാൻ സർവീസ് പടത്തിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. സോ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇത് വിജയുടെ മോശം പടമാണെന്ന് ഒരു തോന്നലൊന്നും എനിക്കില്ല. വാരിസിനേക്കാൾ 100% ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ബീസ്റ്റിനേക്കാൾ മികച്ചതാണ്. പക്ഷേ ലിയോയുടെ 7 അയലത്ത് പോലും വന്നിട്ടില്ല എന്ന് പറയാം. ഇത് വെച്ച് നോക്കുമ്പോൾ ലിയോ ഒരു അതിഗംഭീര പടമാണെന്ന് ഞാൻ പറയും. ആർട്ട് ഞാനത് 2 തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ആ ഒരു അന്ധവിശ്വാസ ബാക്ക് സ്റ്റോറി ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു ആ പടം. സോ ആകെ മൊത്തം ടോട്ടലിൽ കട്ട ആരാധകർക്ക് ഇതൊരു ഗംഭീര സിനിമ അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം എന്നൊക്കെ തോന്നും. അല്ലാത്തവർക്ക് ഇതൊരു 1 ടൈം വാച്ചബിൾ ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു ആവറേജ് പ്ലസ് മൂവി അങ്ങനെ തോന്നുകയുള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഇപ്പോൾ കുറേ വിജയ് ഫാൻസ് വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും. എനിക്ക് ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടാറില്ലെങ്കിലും കൃത്യമായിട്ട് ചീത്ത വിളിക്കേണ്ട ആൾക്കാരുടെ കയ്യിൽ വീഡിയോ എത്താറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചീത്ത വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നീയൊക്കെ നിക്കറി തൂറ് നടന്ന സമയത്ത് ഞാൻ തുള്ളാകമനവും തുള്ളും, ഖുഷി ഉൾപ്പെടെയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് വിജയുടെ ഫാനായിട്ടുള്ള ആളാണ്. പഴയ വിജയ് ഫാനാണ്. ഇപ്പോൾ ഷാജഹാൻ, പുതിയ ഗീതൈ, ഭഗവതി, മധുര ഇതൊക്കെ ഫസ്റ്റ് ഡേ കണ്ടിട്ടുള്ള ഒരാളാണ്, തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു അന്തം ഫാനല്ല. ഒരു പടം കണ്ടാൽ അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അപ്പോൾ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും, ഉള്ളതുള്ള പോലെ പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ എനിക്ക് എന്തായാലും ഇതൊരു ഓക്കേയിഷ് പടം എന്നേ തോന്നിയുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിയാണ്.